ചപ്പാത്തിയുടെയും പൂരിയുടെയൊക്കെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ പൊട്ടറ്റോ കറി നമ്മളൊക്കെ ഉണ്ടാക്കുന്നല്ലേ എന്നല്ലേ. ഇതൊരു സ്പെഷ്യൽ പൊട്ടറ്റോ കറിയാണ് കേട്ടോ. ഇതെൻ്റെ സ്വന്തം റെസിപ്പി അല്ല, എൻ്റെ മെയ്ഡ് പറഞ്ഞു തന്നതാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ്. ഞാനിവിടെ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. എൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ടൊന്ന് പീൽ ചെയ്ത് കളയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സ്കിന്നോടുകൂടി തന്നെ വേവിക്കണേ അങ്ങനെയും വേവിക്കാം കേട്ടോ. ഇതിപ്പോൾ എളുപ്പത്തിനാണ് ഞാൻ സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ കഷ്ണമാക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് അത് വെന്ത് കിട്ടുന്നതിന് നമുക്കിത് ശരിക്കും നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നിടം വരെ ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ പൊട്ടറ്റോ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അധികം വെള്ളമൊന്നും വേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. 3 വിസിൽ വേണം കേട്ടോ. എന്തായാലും നന്നായിട്ട് വെന്ത് കിട്ടണം, വെന്തുടഞ്ഞു വരണം. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഒത്തിരി ഉള്ളിയും അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ, വളരെ കുറച്ച് മതി. പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് എരിവ് എന്തോരാണ് വേണ്ടത് അതനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളിയും ഇത്തിരി ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സാധാരണ പൊട്ടറ്റോ കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഉള്ളിയൊക്കെ ചേർക്കും. ഇവിടെ ഞാൻ വളരെ കുറച്ച് സവാളയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നല്ല ഫ്രഷ് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ഒരു ചെറിയ തക്കാളി ഇതുപോലെ മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെന്തുടയണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് ഉടഞ്ഞ് വരാനായിട്ട് താമസം ഉണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് അടിച്ച് എടുത്തിട്ട് അങ്ങ് ചേർത്താൽ മതി കേട്ടോ. പെട്ടെന്ന് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ വെള്ളം എല്ലാം കളഞ്ഞ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഇവിടെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും കട്ടയില്ലാതെ ഞാൻ ഉടച്ചെടുക്കുന്നത്. നന്നായിട്ട് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് ലൂസായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തോരാണോ അതിനകത്ത് ആ കട്ടി എന്തോരം വേണം നോക്കിയിട്ട് അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വെള്ളം എല്ലാം ഒന്ന് നല്ലയിടത്തേക്ക് ഒന്ന് ആയ ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പാക്കറ്റിൽ കിട്ടുന്ന തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതും നമ്മുടെ എന്തോരാണ് കൺസിസ്റ്റൻസി വേണ്ട അതനുസരിച്ചുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതുപോലെ നമ്മൾ കറി ഉണ്ടാക്കുമ്പം തേങ്ങാപ്പാലായാലും വെള്ളമായാലും എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ സ്വല്പം മുമ്പോട്ട് നിൽക്കണം കേട്ടോ. ഇച്ചിരി നീണ്ടു നിന്നാലേ നമ്മൾ തണുത്ത് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുറുകിപ്പോയി കറി. അപ്പം കുറച്ച് മുമ്പോട്ട് കണ്ട് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ തിളച്ച് വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ചപ്പാത്തി കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ കറിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. പിള്ളേരൊക്കെയാലും ഒന്നും പൊട്ടറ്റോ ഒന്നും പെറുക്കിയൊന്നും കളയത്തില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എന്നും പൊട്ടറ്റോ കറി ഒരേ രീതി വെക്കാതെ ഈ രീതിയിലും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ.